എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോബിൻ്റെ വീഡിയോ ഇട്ട് സബ്മിഷൻ ചെയ്ത പല ഡോക്യുമെൻറ്റുകൾക്കും അപ്രൂവൽ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ അപ്രൂവൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു മാസം തന്നെ. പിന്നെ പുതിയ ജോബിൻ്റെ വീഡിയോ ആണ് ശരിക്കും ഇന്ന് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ കൺസ്ട്രക്ഷനിലേക്ക് ഒരു 60 പേരുടെ വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതിനകത്ത് കുറച്ച് ഡോക്യുമെൻറ്റുകൾ കിട്ടി. എല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ അത് ഓക്കെ. അവർക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടിയ ഡോക്യുമെൻറ്റ് സബ്മിഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അപ്പോൾ വേറൊരു കമ്പനിയിലേക്ക്, അതും കൺസ്ട്രക്ഷൻ തന്നെയാണ്, അതിലേക്ക് 10 വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഷട്ടറിങ് വർക്ക് തന്നെയാണ്. ഷട്ടറിങ് കാർപ്പൻ്റർ പ്ലസ് ബ്രിക്ക് വർക്ക് ചെയ്യാൻ അറിയാമെന്നുള്ള 3 വേക്കൻസി. അതുപോലെ ഇതിൻ്റെ സ്റ്റീൽ വർക്കിൻ്റെ 3 വേക്കൻസി, പിന്നെ 4 ഹെൽപ്പർ. ഇങ്ങനെയാണ് വേക്കൻസിയുടെ ഡീറ്റെയിൽ ഉള്ളത്. അതിനകത്ത് 700 യൂറോയാണ് ശമ്പളം പറയുന്നത്. ഹെൽപ്പർക്ക് 550, മെയിൻ ആൾക്ക് 700 യൂറോയും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഈ കോലം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട കേട്ടോ. സമയക്കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ ദിവസവും എൻ്റെ ജോലി കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിന് ഇറങ്ങുന്നത്. അപ്പം ഒരുപാട് ഡിലേ ആയിട്ടൊക്കെ വീടെത്തുന്നത്. എന്തായാലും അപ്രൂവൽ വരുന്നത് കൊണ്ട് സന്തോഷം. പുതിയ വീഡിയോകൾ ഇനിയും പോസ്റ്റ് ചെയ്യാൻ കുറേ വേക്കൻസി വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. IT മേഖലയിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. IT മേഖലയിൽ ഞാൻ മുന്നേ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു IT വർക്ക്, കമ്പ്യൂട്ടറുപരമായി ബന്ധപ്പെട്ടുള്ള വർക്കിന് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. അന്നില്ലായിരുന്നു, ഇപ്പോൾ വന്നിട്ടുണ്ട്. വരുന്ന വീഡിയോയിൽ പറയാം. അഥവാ ആരെങ്കിലും അന്ന് മെസ്സേജ് ചെയ്തവർക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മെസ്സേജ് ചെയ്യണം. പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.